മൈൻഡ് കൺട്രോളിന്റെ മിനി സീരീസ് 8ാം ഭാഗത്തിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ മൈൻഡ് കൺട്രോളിന്റെ അവസാന ഭാഗം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവ് ഫീഡിങ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മൈൻഡ് കൺട്രോളിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് പോസിറ്റീവ് ഫീഡിങ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ഫുഡ് നൽകുന്നത് പോലെ, അഥവാ നല്ല നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിന് നൽകുന്നത് പോലെ നമ്മുടെ മൈൻഡിനും നല്ല നല്ല ചിന്ത നൽകണം. അഥവാ ആരോഗ്യകരമായ ചിന്തകൾ നൽകിയാൽ മാത്രമേ നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാവൂ. നിങ്ങളൊരു മോശമായ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന ഒരുപാട് സൂചനകളുണ്ട്, മോശമായ ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും. നമ്മുടെ മൈൻഡിന് നല്ല നല്ല ചിന്തകൾ നൽകിയാലേ അതും നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കി തരും. അഥവാ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നമ്മുടെ മൈൻഡ്. അതിലൊരു വൈറസ് ആയ ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ, അതിൽ കയറ്റുന്നത് എങ്കിൽ അതിൽ നിന്നും അങ്ങനെയുള്ള റിസൾട്ടുകളെ ഉണ്ടാകൂ. അഥവാ ഒരുപാട് പരാജയമായ, ഒരുപാട് സ്ലോ ആയിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആ കമ്പ്യൂട്ടറിന് ഉണ്ടാകും. അതുപോലെയാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡിലേക്കും നമ്മൾ നൽകേണ്ടത് നല്ല നല്ല ചിന്തകളായിരിക്കണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസുകൾ എന്താണ്? ഡെയിലി ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാനുള്ള 3 പ്രാക്ടീസുകളടക്കം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പോസിറ്റീവായ മൈൻഡിന് വേണ്ടി, അഥവാ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണ്? അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു ദിവസം തുടങ്ങുന്നത് അതൊരു പോസിറ്റീവായ ഒരു സാധനം കൊണ്ടായിരിക്കണം. ഒന്നുകിൽ പോസിറ്റീവായ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായ എക്സസൈസ് കൊണ്ട്, അങ്ങനെയുള്ള ഒന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരു ദിവസം തുടങ്ങേണ്ടത്. അതിനിടയിൽ നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കൽ പോലും രാവിലെ പത്രം വായിക്കരുത്. കാരണം പത്രത്തിലുള്ളത് നിങ്ങൾക്ക് പരാജയമായ, അഥവാ ഒരുപാട് ആക്സിഡന്റുകൾ, ഒരുപാട് കവർച്ച കേസുകൾ, കൊലപാതകങ്ങൾ, അങ്ങനെയുള്ള മോശമായ ഒരുപാട് വാർത്തകളായിരിക്കും നിങ്ങളുടെ പത്രങ്ങളിലുള്ളത്. അതാണ് ഒരു മനുഷ്യൻ രാവിലെ തന്നെ തൻ്റെ മൈൻഡിലേക്ക് കയറ്റിയതെങ്കിൽ അവരെങ്ങനെയാണ് അന്നത്തെ ദിവസം പോസിറ്റീവാക്കി മാറ്റുക? അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു പോസിറ്റീവായ കാര്യം കൊണ്ടായിരിക്കണം. ഒന്നിൽ വായന കൊണ്ട്, അല്ലെങ്കിൽ എക്സസൈസുകൾ കൊണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ കൊണ്ട്, അങ്ങനെയായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ. നിങ്ങൾ ഓരോ ദിവസവും എത്രയോ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കും. അതിനെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കണം. അഥവാ അതിൽ നിന്നും നിങ്ങൾ കാണുന്ന ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന കാര്യം, അത് എനിക്ക് ആവശ്യമുള്ള, അഥവാ എൻ്റെ മൈൻഡിലേക്ക് പോകുന്നത് ഒരു പോസിറ്റീവായ കാര്യമാണോ എന്ന് നന്നായിട്ട് ചിന്തിക്കണം. ആണെങ്കിൽ മാത്രം കാണുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തള്ളിക്കളയുക. മൂന്നാമതായിട്ട്, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന, അന്നേ ദിവസം നന്ദി പറയാൻ കഴിയുന്ന ഒരു 3 കാര്യങ്ങൾ അത് കണ്ടിട്ട് അതിന് നന്ദി പറയുക. അത് ആരോടെങ്കിലും പറയുക എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിനോടെങ്കിലും. അഥവാ ഇന്ന് രാത്രി വരെ ഞാൻ ജീവിച്ചല്ലോ, ജീവനോടല്ലോ, എൻ്റെ ആരോഗ്യകരമായ ഒരു ജീവിതം എനിക്ക് തന്നല്ലോ, എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഒരു 3 കാര്യങ്ങൾ നന്ദി പറയുക. 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇതാണ് മൈൻഡ് കൺട്രോൾ മിനി സീരീസിന്റെ 8ാം ഭാഗത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്.